ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് AJTHERAPY. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം എന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഉപയോഗിച്ച് കാണും. സ്റ്റോറേജ് ക്ലീനർ അതുപോലുള്ള പലതരം ആപ്ലിക്കേഷനുകളും നമ്മൾ ഉപയോഗിച്ച് കാണും. കാരണം നമ്മൾ സ്റ്റോറേജ് ഫുള്ളായാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് വാട്സപ്പ് പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഗെയിമിംഗ് ഒന്നും കളിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ ഫോണിൽ സ്റ്റക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി വർക്കിംഗ് ആയ 100% വർക്കിംഗ് ആയ മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസുമുള്ള അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗൈസ്, മറ്റ് ക്ലീനിങ് ആപ്ലിക്കേഷനിൽ നിന്ന് ഇത് എടുത്തു പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്രദമായ ഓപ്ഷൻസുകൾ എനേബിൾ ആയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം, നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആയിരിക്കാം. വാട്സപ്പൊക്കെ നമ്മുടെ ജീവിതത്തിലെ സ്ഥിരം ആപ്ലിക്കേഷനായി യൂസ് ചെയ്യുന്ന സ്ഥിരം ആപ്ലിക്കേഷനായി മാറിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ജങ്ക് ഫയൽസ് ഒക്കെ ഉണ്ടാകാം. നമ്മുടെ സ്റ്റോറേജിൻ്റെ പകുതി ഒക്കെ വാട്സപ്പിലായിരിക്കാം. അത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും. അതൊക്കെ അതിൽ നിന്നൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പാകത്തിൽ ഇതിൽ ഒറ്റ ടാപ്പിലൂടെ ജസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഫേസ്ബുക്ക് ക്ലീനർ എന്ന് കാണാം. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, എന്നാൽ ഞാൻ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണാം ഇമേജസ്, വീഡിയോസ്, ഗിഫ്, ക്യാച്ച് ഫയൽസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഇവിടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ഫയലും എനിക്ക് ഡിലീറ്റ് ചെയ്യാണ്ട് എനിക്ക് ജങ്ക് ഫയലായിട്ട് ഇതിൽ ഇല്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയാണ്. വാട്സപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി, ഈ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വെറും 14 MB മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്ഥിരമായി വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോണിലാണ് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 100 MB 200 MB 1 GB ഒക്കെ ഉണ്ടാകാം. അതൊക്കെ നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണാം വോയിസ് മെസ്സേജ്, ഫോട്ടോസ്, വീഡിയോസ് എന്നൊക്കെ കാണാം. അടിയിൽ കാണാം നമുക്ക് വാൾപേപ്പേഴ്സ്, ഓഡിയോസ്, ഗിഫ്, ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ കാണാം. അതിൽ എത്ര MB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാം. ഓഡിയോസിൻ്റെ അടിയിൽ കാണാം 1.5 MB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വാട്സപ്പ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല. നിങ്ങൾക്ക് വാട്സപ്പ് സ്ഥിരമായി നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ പലതരത്തിലുള്ള വോയിസൊക്കെ അയച്ചിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കാണാം വോയിസ് മെസ്സേജസ് എന്ന് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓഡിയോ മെസ്സേജസ് അല്ല, വോയിസ് മെസ്സേജസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു വിട്ടിട്ടുണ്ടാകും. അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ മറന്നുണ്ടാകും. അതിൽ തന്നെ ഞാനിവിടെ വാട്സപ്പ് ഉപയോഗിച്ച് കുറച്ച് നാളായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വോയിസ് ഒന്നുമില്ല, ആകെ 5 വോയിസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഡിലീറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് ഇതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ എടുത്തു പറയാനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസും അൺഎക്സ്പെക്റ്റഡായിട്ട് എടുത്ത നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ അറിയാതെ എടുത്തു പോയ ഫോട്ടോസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഫോണിലെ ഏറ്റവും ബിഗ് ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കാണാം ഫോട്ടോസ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ക്ലീൻ നൗ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കാണാം ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് കാണാം, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് എന്ന് കാണാം. അവിടെ നമുക്ക് കാണാം ഞാനിപ്പോൾ സാമ്പിളിനായിട്ട് ഒരു ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 പിക്ക് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക്കലി അത് ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത് സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി മാത്രം അവിടെ വെച്ച് ബാക്കിയെല്ലാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസും ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാം സ്റ്റാർ മെസ്സേജിൽ സ്റ്റാർ ഇട്ട ഇത് മാത്രം ഡിലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് വേറെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം അണ്ടർ ആൻഡ് ഓർ എക്സ്പോസഡ് എന്ന് കാണാം. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ അറിയാതെ എടുത്തു പോയാൽ നമ്മുടെ കുട്ടികളൊക്കെ ഫോട്ടോ എടുത്തിട്ടുള്ള നമുക്ക് അൺഎക്സ്പെക്റ്റഡ് എടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. അതൊക്കെ നമ്മൾ ഓൾട്ടിക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷനാണ് രണ്ടാമത്തത്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് ബിഗ് ഫയൽസ്. അത് നമ്മുടെ ഫോണിലെ ഏറ്റവും വലിയ ഫയൽ ഏതാണോ നമുക്കത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ബിഗ് ഫയൽസിനെ പോവാണ്. അപ്പോൾ ഇവിടെ ക്ലീൻ ഞാൻ ഓടിച്ച് കാണാം. ഇവിടെ കാണാം മെയിൻ ഫയൽ കാണാം. അത് പബ്ജിയുടെ ഫയലാണ്, ടെക്സ്റ്റ് ഐജിയുടെ ഫയലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലീൻ ചെയ്യുന്നില്ല, കാരണം അതെനിക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബിഗ് ഫയൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഫയലാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായി ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ
തമ്പ് എന്ന് കാണാം. തമ്പിൽ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. അതൊക്കെ 40-47 MB ഞാൻ യൂസ് ചെയ്യാത്തതാണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറേ കാണാം. അപ്പോൾ ഇതൊക്കെ വെറുതെയാണ്. കാരണം ഇത് നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ വാട്സപ്പിൽ ഉപയോഗിച്ച നിങ്ങളുടെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ഒരു JPG ഫയൽ നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കും. അതിൻ്റെയൊക്കെ ഫയലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസാണ്. ഈ കാണുന്നതല്ല ഡോട്ട് തമ്പിൽ തുടങ്ങുന്ന ഈ 2 ഫയലും നമുക്ക് ആവശ്യമില്ലാത്ത ഫയലാണ്. അതുപോലെ തന്നെ മൈക്രോ തമ്പിൽ തുടങ്ങുന്ന ഈ 35 MB ഫയലും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ MB നിങ്ങൾ നോക്കേണ്ട, MB നിങ്ങളുടെ പല MBs ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡോട്ട് തമ്പിൽ തുടങ്ങുന്നതും മൈക്രോ തമ്പിൽ തുടങ്ങുന്നതും നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ എനിക്കിവിടെ കിട്ടി 127 MB ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. വേറെ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നിങ്ങളുടെ ആഡ്സ് ആണ്. ഇതിൽ എല്ലാ കാര്യത്തിനും ഒരു മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ആഡ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്താൽ ഇത് ഓരോ ക്ലീനിനും ആഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നാലാമത്തെ ഓപ്ഷനാണ് ഇത് സെക്യൂരിറ്റി സ്കാൻ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ സ്കാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള വൈറസ് ഒക്കെ സ്കാൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. മാത്രമല്ല ഇത് 100% വർക്കിംഗ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ചില ആപ്സ് ഉണ്ടാവും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത് ഉഡായിപ്പായി പോകുന്ന ഒരു ആപ്സ് ഉണ്ടാവും, പലതരം ആപ്സ് ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ക്ലീനൊക്കെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാകും, അതൊന്നും ഡിലീറ്റ് ആയി പോകത്തില്ല. ബട്ട് ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എല്ലാം ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരു റിസ്കേ മാത്രമേ കാണുള്ളൂ. 1 റിസ്ക് ഫൗണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് 1 റിസ്ക് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഇതിൽ പ്രശ്നമായിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ക്ലീനർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.